വയനാട് ദുരന്തം ഉണ്ടായിരിക്കുകയാണ്. അതിനെല്ലാവരും ഹെൽപ്പ് ചെയ്യാൻ തയ്യാറാണ്, ഹെൽപ്പ് ചെയ്യുന്നുമുണ്ട്. സാമ്പത്തികമായും അല്ലാതെയും സാധനങ്ങൾ വാങ്ങി എല്ലാവരും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ ദുരന്തം ഉണ്ടാകുമ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ അതിൻ്റെ ലാഭം എടുക്കാൻ വേണ്ടി ഒരുപാട് ആൾക്കാർ ശ്രമിക്കും. അത് സ്വാഭാവികമാണ്. അപ്പോൾ അത് ഉണ്ടാവാതിരിക്കാൻ ശ്രദ്ധിക്കുക. പല ആൾക്കാരും ഇതിൻ്റെ ഇടയിൽ സാമ്പത്തിക ലാഭം ഉണ്ടാക്കാൻ വേണ്ടി കാശ് പിരിക്കും. പല ഭാഗം നല്ല ആൾക്കാരുണ്ട്, മോശം ആൾക്കാരുണ്ട്. ഒരു 10-1 ആൾക്കാരെങ്കിലും അങ്ങനെ ചിന്തിക്കാതിരിക്കില്ല. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന പണം അത് കൃത്യമായി വിനിയോഗിക്കുന്നുണ്ട് എന്നും കൃത്യമായ സ്ഥലങ്ങളിൽ എത്തിച്ചേരുന്നുണ്ട് എന്നും ഉറപ്പ് വരുത്തുക മാത്രം കൊടുക്കുക. വെരിഫൈഡ് ആയ ആൾക്കാർക്ക് മാത്രം കൊടുക്കുക, ശ്രദ്ധിച്ചു കൊടുക്കുക. നേരിട്ട് ഏൽപ്പിക്കാൻ പറ്റുമെങ്കിൽ അത്രയും നല്ലത്. ദുരിതാശ്വാസ നിധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുന്നേ പ്രളയമുണ്ടായി, കോവിഡ് ഉണ്ടായി, ആ സമയത്തൊക്കെ പല സാമ്പത്തിക തട്ടിപ്പ് ഉണ്ടായിട്ടുണ്ട്. അതാണ് ഓരോ ദുരന്തം വരുമ്പോഴും അതിൻ്റെ പിന്നിൽ ഒരു സാമ്പത്തിക തട്ടിപ്പ് ഉണ്ടാകാൻ സാധ്യത വളരെ കൂടുതലാണ്. പ്രാവശ്യം ഉണ്ടാകാൻ സാധ്യത